നമുക്കിന്ന് ഒരു വിയറ്റ്നാമീസ് ടാമറിൻ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? നമ്മുടെ വാളൻപുളി ഇല്ലേ, അതിൻ്റെ സിറപ്പ് വെച്ചിട്ടുള്ള ഒരു ജ്യൂസ്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും അറിയാലോ, വാളൻപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ്. അത് നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾക്കുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പല കൺട്രീസിലും അത് ട്രഡീഷണൽ ഡിഷിൻ്റെ പാർട്ടാണ്, ട്രഡീഷണൽ റെസിപ്പീസിൻ്റെ പാർട്ടാണ്. വേൾഡ് വൈഡ് ആയിട്ട് അത് പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സോസസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ക്യാൻഡീസ് ഉണ്ടാക്കാൻ, കറീസിൽ സ്റ്റൂലായിട്ട് അങ്ങനെ ഉപയോഗിക്കും. ഞാൻ കേട്ടിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അതായത് ഇന്ത്യ, ശ്രീലങ്ക, ആ ഭാഗത്തേക്ക് ഇങ്ങനെയാണ് പുളി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിലൊന്നാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വിയറ്റ്നാമിൽ അവരുടെ ട്രഡീഷണൽ റെസിപ്പിയുടെ ഭാഗമാണ് ഇതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ റിഫ്രഷിംഗ് ആണ്. ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു 75 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. ഞാൻ സീഡ്ലെസ് ആണ് എടുത്തിട്ടുള്ളത്. സീഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, സീഡ് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം, 250 വെള്ളം കൂടെ ഒഴിച്ച് നേരെ അത് ഒരു കുക്ക് ചെയ്യുന്ന പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാൻ പോവാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ കുരു മാറ്റിയെടുക്കാനും പറ്റും. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് പൾപ്പ് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം മതി. ഇത് നമുക്ക് പിന്നീട് റെഡ്യൂസ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കുറേ ടൈമൊക്കെ വേണ്ടി വരും. തിളപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ തന്നെ നമുക്ക് കുരു കളഞ്ഞെടുത്ത് നല്ലൊരു സ്മൂത്ത് പൾപ്പ് ഉണ്ടാക്കാനും സാധിക്കും, കുറച്ച് വെള്ളം കൊണ്ട് തന്നെ തിളപ്പിച്ചെടുക്കുമ്പോൾ. മറ്റേ രീതിയിലാവുമ്പോൾ കുറേ വെള്ളം ഒഴിച്ച് അത് പിഴിഞ്ഞ് നമ്മൾ കൈകൊണ്ട് ഞെരടിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറേ വെള്ളവും വേണ്ടി വരും, കുറേ ടൈമും വേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിപ്പോൾ തിളയ്ക്കാൻ പാകമായിട്ടുണ്ട്. തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പാകത്തിന് മതി. ഇനി ഇതൊന്ന് കൂൾ ഡൗൺ ആയതിനു ശേഷം ഒരു മിക്സർ ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം കരടൊക്കെ കളയാൻ വേണ്ടി നന്നായിട്ട് അരിച്ചെടുക്കാം, ഇങ്ങനെ ഒരു സ്മൂത്ത് പൾപ്പ് കിട്ടാൻ വേണ്ടി. ഇങ്ങനെ അരിച്ചെടുത്തില്ലെങ്കിൽ ആ തോലിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ നാരോ ഒക്കെ അതിൽ കിടക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് അരിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ ചേർത്തിരിക്കുന്നത് വൈറ്റ് ഷുഗർ ആണ്. ബ്രൗൺ ഷുഗർ ആയിരിക്കും ബെറ്റർ, അതുണ്ടെങ്കിൽ അത് ചേർക്കാം. നമ്മളിത് ഈ മിക്സ് ഇതുവരെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടില്ല കേട്ടോ, പുറത്ത് വെച്ച് തന്നെയാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്തിട്ടോ ഇതിലേക്ക് ചേർക്കാം. ഒരു 40 മുതൽ 50 ഗ്രാം വരെ ഇഞ്ചി ചേർക്കാം. ഇനി ഇത് നേരെ അടുപ്പത്തേക്ക് മാറ്റാം, മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പഞ്ചസാര അലിയുന്നത് വരെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുമുണ്ട്. ഇനി നമ്മൾ ചെറു തീയിലിട്ട് ഇതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കാൻ പോവാണ്. അതൊന്ന് വറ്റി നന്നായിട്ട് ഒരു കുറുകനെയുള്ള ഒരു പൾപ്പാവുന്നത് വരെ, ഒരു സിറപ്പായി കിട്ടുന്നത് വരെ അടച്ചു വെച്ച് ചെറു തീയിലിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു 5 to 6 മിനിറ്റ് തിളപ്പിച്ചപ്പോഴേക്കും അതിൻ്റെ പാകം കണ്ടോ നിങ്ങൾ? നന്നായിട്ട് കറുത്ത് നന്നായി കുറുകി നല്ലൊരു സിറപ്പായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയൊക്കെ അതിൽ കിടക്കുന്നുണ്ട്, ഇഞ്ചിയുടെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഇപ്പോഴേക്കും. ഇനി ഇത് ഞാൻ പെട്ടെന്നൊന്ന് കൂൾ ഡൗൺ ചെയ്ത് എടുക്കട്ടെ കേട്ടോ. വെള്ളത്തിൽ ഇറക്കി വെക്കാം, ഫാൻ്റെ അടിയിൽ വെക്കാം, എങ്ങനെയായാലും കൂൾ ഡൗൺ ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂൾ ഡൗൺ ചെയ്തെടുത്ത പാകം ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് പ്രീവിയസ് ഡേ തന്നെ ചെയ്ത് വെച്ചാൽ ഒരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലെ എന്തെങ്കിലും ഫംഗ്ഷനോ ആ സമയത്ത് ഈ സിറപ്പ് എടുത്തിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കിയാലും മാത്രം മതി.
സിറപ്പ് സൂക്ഷിക്കുന്നത് വൃത്തിയുള്ള കുപ്പിയിലാണെങ്കിൽ 1-2 മാസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും. സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രം ഇഞ്ചി എടുത്ത് മാറ്റാം. ഇല്ലെങ്കിൽ ഇഞ്ചിയോടെ കൂടെ തന്നെ സെർവ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി ഇടയ്ക്കൊന്നും ഒരു ബൈറ്റ് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇപ്പം തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ജിഞ്ചർ പീസസ് ഞാൻ എടുത്ത് മാറ്റുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഒരു വൈൻ ഗ്ലാസ്സിലാണ്. ഏത് ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം, പക്ഷെ നിങ്ങൾ സിറപ്പ് എടുക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ അളവിനനുസരിച്ച് വേണം സിറപ്പ് എടുക്കാൻ. ഞാനിപ്പോൾ ഈ വൈൻ ഗ്ലാസ്സിലേക്ക് ഞാൻ എടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ സിറപ്പാണ് കേട്ടോ. സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഗ്ലാസ് നിറയെ ഐസ് ക്യൂബ് ഇടുകയാണ്. ഗ്ലാസ് നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ കോൾഡ് വാട്ടർ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോൾഡ് വാട്ടർ തന്നെ വേണം. റൂം ടെമ്പറേച്ചർ വാട്ടർ ആയാലും ഐസ് പെട്ടെന്ന് അലിഞ്ഞു പോകും. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ചെറുതായി അതിൻ്റെ ആ ഒരു സിറപ്പിൻ്റെ ഒരു ഫ്ലോ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വിയറ്റ്നാമിൽ അവർ വറുത്ത നിലക്കടല, വെളുത്ത എള്ള്, പിന്നെ കോക്കനട്ട് ഫ്ലേക്സ് ഇതൊക്കെ വെച്ച് ഒരു ചെറിയ ടോപ്പിങ്ങും കൂടെ കൊടുക്കും. എനിക്കിവിടെ കോക്കനട്ട് ഫ്ലേക്സ് കിട്ടിയില്ല. അപ്പം വറുത്ത നിലക്കടലയും വെളുത്ത എള്ളും ഇത് രണ്ടും വെച്ചാണ് ഞാൻ ടോപ്പിംഗ് കൊടുക്കുന്നത്. അയ്യേതൊന്നും വിചാരിക്കണ്ട കേട്ടോ, അതിന് ഭയങ്കര ടേസ്റ്റാണ്. ഈ പുളിയുടെ സിറപ്പിൻ്റെ കൂടെ ഈ ഒരു ബൈറ്റ് നിലക്കടലയുടെയും സെസമേ സീഡിൻ്റെയും കോക്കനട്ട് ഫ്ലേക്സിൻ്റെ ഒക്കെ ബൈറ്റ് വരുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ 2 വിധത്തിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ടോപ്പിംഗ് ഇല്ലാതെയും ടോപ്പിങ്ങോട് കൂടെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. രണ്ടും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളും അങ്ങനെ 2 വിധത്തിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നമ്മൾ ലൈറ്റായിട്ടുള്ളേ മിക്സ് ചെയ്തിട്ടുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറാണ് കേട്ടോ വരിക. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നിലക്കടലയൊക്കെ നമുക്ക് നാട്ടിൽ റോഡ് സൈഡിലൊക്കെ കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ടോപ്പിങ്സ് വെച്ചിട്ടും ടോപ്പിങ്സ് ഇല്ലാതെയും ഒക്കെ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് തരണേ കേട്ടോ. Thank you for watching. Dhanya from Veg Kerala.